ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 8-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിൽ സ്ഥാപിക്കേണ്ട ദീപത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. ഇവിടെ ദീപം വിളക്കുകാലിൻ്റെ മുമ്പിൽ 7 വിളക്കുകളുണ്ടാകണം. 7 എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണതയുടെ ഒരു വലിയ സംഖ്യയാണ്. വെളിച്ചം ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇതിനു മുൻപ് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു, അതെല്ലാ സമയവും അത് കത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതാണ് പ്രകാശം. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ഓരോ ക്രൈസ്തവനും ഈ ഭൂമിയിൽ ഒരു പ്രകാശമായി വിളക്കായി ജീവിക്കേണ്ടവരും നിലനിൽക്കേണ്ടവരുമാണ്. അന്ധകാരത്തിനൊരിക്കലും പ്രകാശത്തെ കീഴടക്കാനാവില്ല. പ്രകാശത്തിന് അന്ധകാരത്തെ മാത്രമേ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വലിയ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. വേദവചനം തന്നെ ഒരു വെളിച്ചമാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ വെളിച്ചമാകുന്ന വചനം ദിവസവും വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയായി. അപ്പോൾ നമ്മളൊരു വിളക്കായി പ്രകാശമായി ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. 5 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ലേവ്യരുടെ സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, ലേവ്യരെ മുഴുവൻ നീ ശുദ്ധീകരിക്കണം. പാപപരിഹാര ജലം അവരുടെ മേൽ നീ തളിക്കണം. അവരുടെ ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് കുളിച്ച് വെണ്മയുള്ള വസ്ത്രം അവർ ധരിച്ചവരാകണം. അങ്ങനെ അവരെ മറ്റുള്ളവരിൽ നിന്ന് വിശുദ്ധീകരിക്കണം. യഹൂദ സമൂഹം മുഴുവൻ സമാഗമനത്തിന് കൂടാരത്തിൽ വരണം. ലേവ്യരെല്ലാം അവിടെ വരുത്തിയിട്ട് എല്ലാ യഹൂദനും ലേവ്യരുടെ മേൽ അവരുടെ തലയിൽ അവിടെ കൈവയ്ക്കണം. എന്നിട്ട് അവരെ ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണ്. അവർക്ക് വേണ്ടി പാപപരിഹാരം നടത്താനുള്ളവരായി, അതിനെ സഹായിക്കുവാനുള്ളവരായി, പുരോഹിതന്മാരെ സഹായിക്കുവാനുള്ളവരായി ലേവ്യ ഗോത്രത്തെ മുഴുവൻ അവിടെ വേർതിരിക്കുകയാണ്. ലേവ്യർ അതിനുശേഷം അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടിയെ യാഗമായിട്ട് അവിടെ അർപ്പിക്കണം. അതിൻ്റെ മേൽ അവരുടെ കൈ വയ്ക്കണം. അവരുടെ പാപം അതിൻ്റെ മേൽ ആവഹിച്ച് അതിനെ യാഗമായിട്ട് പാപപരിഹാര ബലിയായി അതിനെ അർപ്പിക്കണം. ഇവരെ എന്തിനാണെന്ന് വെച്ചാൽ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അഹ്റോനും പുത്രന്മാരുമാണെങ്കിൽ അതിനവരെ സഹായിക്കുവാൻ ഒരുപാട് ജോലികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. അതിനൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അവിടെ ആക്കുന്നത്. യഹോവ പറഞ്ഞു, അവരെൻ്റേതായിരിക്കും. കാരണം സമാഗമന കൂടാരം ദൈവത്തിൻ്റേതാണ്. അതിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരും പുരോഹിത വർഗമായ ലേവ്യഗോത്രം മുഴുവനും അവരെൻ്റേതാണ്. അതുകൊണ്ടാണ് എൻ്റേതായതുകൊണ്ടാണ് അവരെ പ്രത്യേകമായി വിശുദ്ധീകരിക്കുന്നതും പ്രത്യേക ചുമതല അവർക്ക് നൽകുന്നതും. അതുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞ്, ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ മുഴുവൻ എടുത്തിരിക്കുന്നു. ഇതിനു മുമ്പുള്ള ലേവ്യ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചല്ലോ. മനുഷ്യനായാലും മൃഗമായാലും പക്ഷികളായാലും കൃഷിവകയായാലും എല്ലാത്തിൻ്റെയും ആദ്യഫലം ദൈവത്തിനുള്ളതാണ്. അങ്ങനെ ആദ്യഫലത്തെ ഒക്കെ അങ്ങനെ ആ മനുഷ്യരുടെ ആദ്യജാതന്മാരെ സമർപ്പിക്കുന്നതിന് പകരം ലേവ്യ ഗോത്രത്തെ മുഴുവൻ ഞാൻ അതിൻ്റെ ആദ്യഫലമായി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വായിക്കുന്ന, മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹം മുഴുവനും കൂടി ലേവ്യരെ യഹോവയ്ക്ക് വേണ്ടി അവിടെ സമർപ്പിക്കുകയാണ്. ലേവ്യർക്കുള്ള നിയമം ഇതാണ്: 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ സമാഗമന കൂടാരത്തിൽ പുരോഹിതന്മാരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയിൽ പ്രവേശിക്കേണ്ടത്. 50 വയസ്സിന് ശേഷം അവർ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് സഹോദരന്മാരെ അവർക്ക് സഹായിക്കുവാൻ പറ്റും. അവർക്കാകുന്ന കാലത്തോളം ദേവാലയവുമായി ബന്ധപ്പെട്ട് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ അവർ സഹായിക്കുവാൻ സാധിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഏറ്റവും നല്ല യൗവന പ്രായമാണ് 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായം.
അതാണ് ദൈവത്തിന് വേണ്ടി അവരെ അവിടെ സമർപ്പിക്കേണ്ടത്. ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, യൗവനത്തിൽ നിൻ്റെ സൃഷ്ടതാവിനെ നീ അറിയുക. പ്രിയമുള്ളവരെ, ഇതൊക്കെ പുതിയ നിയമവുമായി നമ്മൾ ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണമുണ്ട്. സ്ഥാനത്തിലൂടെ ആ ശുദ്ധീകരണം നമ്മൾ പ്രാപിച്ചവരാണ്. നമ്മൾ കഴുകി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടി ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് ക്രൈസ്തവ സമൂഹം മുഴുവനും. ലേവി ഗോത്രം മുഴുവൻ പുരോഹിത ഗോത്രമായിരിക്കുന്ന പോലെ ക്രൈസ്തവ സമൂഹം മുഴുവനും ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ പങ്കാളിത്തം വഹിക്കുന്നവരാണ്. 1 പത്രോസ് 2:9 പല പ്രാവശ്യം നമ്മൾ വായിച്ച വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിസ്തവംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ കർത്താവ് തുടങ്ങി വെച്ച് തുടരാനുള്ള ദൗത്യം ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനുമുണ്ട്. അതിൽ ആ ശുശ്രൂഷ പൗരോഹിത്യം മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്ന പുരോഹിതന്മാർക്കുള്ളത്. പക്ഷേ ക്രൈസ്തവ സമൂഹം മുഴുവൻ പുരോഹിത ആ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവരെല്ലാവരും ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുകയും ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ആ നല്ല യൗവന പ്രായമാണ് ദൈവത്തിന് ഇത് സമർപ്പിക്കുന്നത്, അത് സമർപ്പിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കും. ആർക്കും വേണ്ടാത്തൊരു വാർദ്ധക്യം വരുമ്പോൾ ആരോഗ്യവും ക്ഷയിച്ചു, ബുദ്ധിയും ക്ഷയിച്ചു, എല്ലാം ക്ഷയിച്ചു കഴിയുമ്പോൾ ഇനി ദൈവത്തിനായി സമർപ്പിക്കുന്ന രീതി, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന യൗവനം ദൈവത്തിന് നമുക്ക് സമർപ്പിക്കണം. വാസ്തവത്തിൽ നമ്മുടെ എല്ലാത്തിൻ്റെയും ശേഷിപ്പ് മാത്രമല്ലേ നമ്മൾ ദൈവത്തിന് നമ്മൾ നൽകുന്നത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ശേഷിപ്പ്, സമ്പത്തിൻ്റെ ശേഷിപ്പ്, സമയത്തിൻ്റെ ശേഷിപ്പ്, സ്നേഹബന്ധങ്ങളുടെ ശേഷിപ്പ്, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിന് സമർപ്പിക്കുക. പക്ഷെ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എല്ലാത്തിൻ്റെയും മുഖ്യമായ ഭാഗമാണ്, പ്രധാനമായ ഘടകമാണ് നമ്മളിപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മുഴുവനും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ഇപ്പോൾ ഇവിടെ ശുദ്ധീകരണം നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാം ആന്തരികമാണ്. അവിടെ അഹ്റോനെയും മക്കളെയൊക്കെ അവിടെ വസ്ത്രം കഴുകുന്നു, അവർ ശരീരം മുഴുവൻ അവർ ഷേവ് ചെയ്യുന്നു, അവരുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങളൊക്കെ നീക്കിക്കളി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ വിശുദ്ധീകരണം നടത്തുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇതൊക്കെ ആന്തരികമാണ്, ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ആ വിശുദ്ധിയോടുകൂടി ദൈവികമായ ശുശ്രൂഷയിൽ നമുക്ക് ഏർപ്പെടാം. അതിൻ്റെ ഭാഗമാണ് വേദപുസ്തകം വായിക്കുക, ധ്യാനിക്കുക, മറ്റുള്ളവരെ വായിക്കാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെ സുവിശേഷത്തിൻ്റെ ഭാഗമാണ്, പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് ഓർത്തുകൊണ്ട് അപ്രകാരം ഒരു ജീവിതം നയിപ്പാനും മറ്റുള്ളവരെ ഇതിനെ പ്രേരിപ്പിക്കുവാനും നമുക്ക് ഇടയായി തീരണം. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.